ഗായ്സ്, അപ്പോൾ ഇതിൽ നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വിവോ X200 FE. അത് തന്നെ ഒരു കോമ്പാക്ട് ഫ്ലാഗ്ഷിപ്പ് ഫോണിനെ പറ്റിയിട്ടാണ്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പറയാം, എൻ്റെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. കാരണം നിങ്ങളുടെ ഈ ഓരോ ലൈക്കും സബ്സ്ക്രൈബും ഷെയറുമാണ് എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നത് പുതിയ പുതിയ വീഡിയോസ് ചെയ്യാൻ. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. പോസിറ്റീവ് നമ്പർ 1, ഇതിന്റെ ബെസൽസ്. ഈ ഫോണിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിന്റെ ബെസൽസ് എന്ന് പറഞ്ഞാൽ വളരെ മിനിമലാണ്. നമുക്ക് യാതൊരുവിധ ഇറിറ്റേഷനും തോന്നിക്കാത്ത രീതിയിൽ വളരെ മിനിമൽ ആൻഡ് സിമ്പിൾ ആയിട്ടാണ് ബെസൽ കൊടുത്തിരിക്കുന്നത്. നമ്പർ 2, ഇതിൽ ഔട്ട് ഓഫ് ദ ബോക്സ് HDR അവൈലബിൾ ആണ് നെറ്റ്ഫ്ലിക്സിൽ. കാരണം പല ഫോണുകളും HDR സപ്പോർട്ട് ആണ് എങ്കിലും നെറ്റ്ഫ്ലിക്സിന്റെ കാര്യം വരുമ്പോഴത്തേക്കും HDR കിട്ടുന്നില്ല. സോ കോമ്പാക്ട് ഫോണിൽ നമുക്ക് ഔട്ട് ഓഫ് ദ ബോക്സ് HDR നെറ്റ്ഫ്ലിക്സ് കിട്ടുന്നു എന്ന് പറയുന്നത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. 3, ഇതിന്റെ മിലിറ്ററി ഗ്രേഡ് ഡ്രോപ്പ് റെസിസ്റ്റൻസ്. ഇത് ഞാൻ പറയാൻ കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇതൊരു കോമ്പാക്ട് ഫോണാണ്. അതും 186 ഗ്രാം മാത്രം വെയിറ്റ് പോകുന്ന ഒരു ഫോൺ. സോ നമ്മൾ ഈ ഫോണ് ചിലപ്പോൾ ഈ നിന്നുകൊണ്ട് കട്ടിലിലിടുക അല്ലെങ്കിൽ സോഫ മേലെയൊക്കെ വെക്കുമ്പോൾ ചിലപ്പോൾ ഇത് ജമ്പ് ചെയ്ത് പോവാനുള്ള ഒരു ടെൻഡൻസി കൂടുതലായിരിക്കും. കാരണം വെയിറ്റ് കുറവായതുകൊണ്ടും ഭയങ്കര സ്ലീക്ക് ഡിസൈൻ ആയതുകൊണ്ടും ഈ ഒരു മിലിറ്ററി ഗ്രേഡ് ഡ്രോപ്പ് റെസിസ്റ്റൻസ് നമുക്കൊരു പരിധി വരെ ആ ഫോണിന് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കും. അതെനിക്ക് വളരെ വളരെ നല്ലൊരു കാര്യമായിട്ട് ഫീൽ ചെയ്തു. 4, ഇതിന്റെ ബ്രൈറ്റ്നസ്. സേസിന്റെ മാസ്റ്റർ കളർ ഡിസ്പ്ലേ ആണ് ഇതിൽ യൂസ് ആയിട്ടിരിക്കുന്നത്. നമുക്ക് പീക്ക് ബ്രൈറ്റ്നസ് വന്നിട്ട് 5000 നിറ്റ്സ് ആണ് കിട്ടുന്നത്. സോ അത് ഭയങ്കര നല്ലൊരു ബ്രൈറ്റ്നസ് ലെവലാണ്. നമ്മൾ ഡയറക്റ്റ് സൺലൈറ്റിൽ പോകുമ്പോൾ മാക്സിമം ബ്രൈറ്റ്നസ് വന്നിട്ട് 1800 നിറ്റ്സോളം കിട്ടും. നല്ല ബ്രൈറ്റ്നസ് ലെവലായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. 5, ബാറ്ററി. ഒരു കോമ്പാക്ട് ഫോണിന് 6500 mAh ബാറ്ററി തന്ന വിവോയ്ക്ക് ഒരു തംസ് അപ്പ് നമ്മൾ കൊടുത്തേ പറ്റൂ. കാരണം ബാറ്ററി ലൈഫ് അനുസരിച്ച് ഫോണിന്റെ സൈസും വെയിറ്റും കൂട്ടുന്ന ഈ ഒരു സമയത്ത് ഒരു കോമ്പാക്ട് ഫോണിൽ 6500 mAh ബാറ്ററി തരുന്നത് വളരെ നല്ലൊരു കാര്യമായിട്ട് തന്നെ തോന്നി. 6, ഇതിന്റെ ക്യാമറ. ഞാൻ എടുത്തു പറയുന്നത് ഇതിൽ കിട്ടുന്ന സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി മോഡാണ്. കാരണം ആ ഒരു മോഡ് നമ്മൾ ഓണാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് നല്ല രീതിക്കുള്ള കാൻഡിഡ് ഫോട്ടോസ് നമുക്ക് പെട്ടെന്ന് പ്രോസസ്സ് ചെയ്ത് കിട്ടുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരാൾ ചാടുന്നു അല്ലെങ്കിൽ പട്ടി ഓടുന്നു, അങ്ങനത്തെ നല്ല നല്ല ഫോട്ടോസ് നമുക്ക് വളരെ സ്പീഡായിട്ട് ഫാസ്റ്റ് ആയിട്ട് ഫോട്ടോ ക്ലിക്ക് ചെയ്യാനും ആ ഒരു ഫോട്ടോ വളരെ നല്ല ക്വാളിറ്റിയോട് പ്രോസസ്സ് ചെയ്ത് നമുക്ക് കിട്ടുന്നതാണ്. സോ ആ ഒരു മോഡ് എനിക്ക് വളരെയധികം ഇഷ്ടമായി. നെഗറ്റീവ്സ്. ഫസ്റ്റ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ചിപ്സെറ്റ് ആണ്. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് മീഡിയ ടെക്കിന്റെ ഡയമൻസിറ്റി 9300ന്റെ ചിപ്സെറ്റ് ആണ്. പക്ഷെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സ്നാപ്ഡ്രാഗന്റെ 8 എലൈറ്റ് യൂസ് ചെയ്യാമായിരുന്നു. കാരണം നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും എന്തായാലും സ്നാപ്ഡ്രാഗൺ 8 എലൈറ്റിന്റെ അടുത്തൊന്നും നമ്മുടെ ഈ ഒരു മീഡിയ ടെക്കിന്റെ ചിപ്സെറ്റ് എത്തുന്നില്ല. എന്നാൽ അതേസമയം മീഡിയ ടെക്കിന്റെ ഡിമെൻസിറ്റി 9400ന്റെ ചിപ്സെറ്റ് ആണ് യൂസ് ചെയ്തിരുന്നെങ്കിൽ നമുക്കത് രണ്ടും കമ്പാരബിൾ ആയിരുന്നു. അല്പം ഡിസപ്പോയിന്റഡ് ആണ്. കാരണം ഇത്രയൊരു പ്രൈസ് റേഞ്ച് നമ്മൾ അത് പ്രതീക്ഷിക്കുന്നത് കൊണ്ട് യാതൊരു തെറ്റുമില്ല. 2, ഇതിന് സ്റ്റോറേജ് വന്നിട്ട് UFS 3.0 മാത്രമേ കൊടുക്കുന്നുള്ളൂ. അതും എനിക്കൊരു കുറവായിട്ട് തോന്നി. അറ്റ്ലീസ്റ്റ് ഒരു 4.0 എങ്കിലും കൊടുക്കാമായിരുന്നു. പക്ഷെ പറയുമ്പോൾ എടുത്തു പറയണോ, 3.1 ആണ് കൊടുത്തത് എങ്കിലും യാതൊരു ലാഗോ യാതൊരു പ്രശ്നമോ നിലവിൽ ഫോണിന് ഇല്ല. പക്ഷെ വന്നുകൂടായികയില്ല. ഒരു ലോങ് ടേം യൂസ് ആവുമ്പോഴത്തേക്കും ചില ലാഗുകളൊക്കെ ഹെവി യൂസേഴ്സിന് ഫേസ് ചെയ്യേണ്ടി വരും. 3, ക്യാമറ ക്വാളിറ്റീസിനെ പറ്റി ഞാൻ എടുത്തു പറഞ്ഞല്ലോ. പക്ഷേ ഇതിൽ എനിക്കൊരു പോരായ്മയായിട്ട് തോന്നിയത് ഇതിൽ ടെലിഫോട്ടോ ലെൻസിൽ OISന്റെ സപ്പോർട്ടില്ല. അതൊരു പോരായ്മയായിട്ട് തോന്നി. കാരണം നമുക്കൊരു 4Kയിലൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്യാമെങ്കിലും ഒരു OIS സപ്പോർട്ട് ഉണ്ടായിരുന്നുവെങ്കിൽ കുറച്ചും കൂടെ ഒരു ക്വാളിറ്റിയിൽ നമുക്ക് വീഡിയോസ് കിട്ടുമായിരുന്നു. 4, ഇതിന്റെ അൾട്രാ വൈഡ് ലെൻസിലെ 8 MB ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതെനിക്കൊരു കുറ്റമായിട്ട് തന്നെ തോന്നി. കാരണം ഒരു 35K റേഞ്ചിനകത്തുള്ള ഫോണുകൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ പോലും അൾട്രാ വൈഡ് 50 MBയുടെ ലെൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. എന്തിനേറെ പറയണം, വിവോയുടെ തന്നെ V50ലൊക്കെ 50 MBയുടെ ക്യാമറയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതൊക്കെ 35Kയുടെ താഴെ വരുന്ന ഫോണാണ്.
സോ ഇത്രയും ഒരു പ്രൈസ് റേഞ്ച് ഇറക്കിയ ഒരു ഫോണിൽ അൾട്രാ വൈഡ് 8 MB ആക്കിയതിനോട് എനിക്ക് ഒരു യോജിപ്പ് ഇല്ലായ്മ ഉണ്ട്. 5, ഇതിനൊരു വയർലെസ് ചാർജിങ് ഇല്ല. ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണൊക്കെ പറയുമ്പോൾ നമ്മളൊരു വയർലെസ് ചാർജിങ് ഒക്കെ പ്രതീക്ഷിക്കുന്നത് കൊണ്ട് തെറ്റില്ല. ഇതിൽ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോഴത്തേക്കും 100x സൂം വരെ കിട്ടും എന്നാണ് പറയുന്നത്. പക്ഷെ 100x സൂമിൽ കിട്ടുന്ന ഫോട്ടോയ്ക്ക് ഒരു ഭയങ്കര ക്വാളിറ്റി നമ്മൾ പ്രതീക്ഷിക്കരുത്. സോ എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോ കാണുന്നവരെ ബൈ.